കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഭരിക്കുന്നിടത്തെല്ലാം വഴിപാട് പോലെ എല്ലാ കൊല്ലവും നടത്തുന്ന ദേശീയ പണിമുടക്ക് ഇക്കൊല്ലവും ആചരിച്ചുകൊണ്ട് അവർ നിർവൃതി കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന ഏക സംസ്ഥാനം എന്നതുകൊണ്ടാണോ എന്നറിയില്ല, കേരളം ഒഴികെയുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനങ്ങളും തൊഴിലാളികളുടെ വിയർപ്പിൽ നിന്ന് അപ്പം ഭുജിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന തൊഴിലാളി നേതാക്കന്മാരുടെ ആഹ്വാനങ്ങളെ വകവയ്ക്കാതെ അർഹിക്കുന്ന അവജ്ഞയോടെ അവയെ തള്ളിക്കളഞ്ഞുകൊണ്ട് സാധാരണ പ്രവൃത്തി ദിവസം പോലെ അഖിലേന്ത്യാ പണിമുടക്ക് ദിവസവും കഴിച്ചുകൂട്ടി. രാജ്യത്തെ മുഴുവൻ സ്തംഭിപ്പിക്കുമെന്നും രാജ്യത്തുള്ള 25-30 കോടി തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കുമെന്നുമൊക്കെ മൂത്ത സഖാവ് തള്ളിമറിച്ചെങ്കിലും ഒന്നും സംഭവിച്ചില്ല. പണിമുടക്കെന്ന ആചാരം കൃത്യമായി നടപ്പിലാക്കുന്ന സംസ്ഥാനം എന്ന നിലയിൽ രാജ്യം കേരളത്തിലേക്ക് ചുരുങ്ങിയെന്ന് വിചാരിച്ചാൽ പോലും സ്തംഭനം എന്നത് ഏൽക്കാത്ത പരിസ്ഥിതിയിൽ കാലിയായ കേരളത്തിന്റെ നിരത്തിലൂടെ സ്വകാര്യ വാഹനങ്ങൾ ചീറിപ്പായുന്ന കാഴ്ചകളാണ് കേരളം കണ്ടത്. ജനാധിപത്യ രാജ്യത്തെ പൗരന്റെ മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നായ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന വൈരുദ്ധ്യ കാഴ്ചകൾ ഇത്തരം പണിമുടക്ക് ആചാര വേളയിൽ മുൻപ് കേരളത്തിൽ മാത്രം പ്രകടമായിരുന്നെങ്കിലും ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുൻപിൽ കണ്ടുകൊണ്ട് പരിഷ്കരിച്ച സമരപരിപാടികൾ കൊണ്ട് തൃപ്തരാകാനായിരുന്നു പൊതുമുതൽ നശിപ്പിച്ച് മാത്രം ശീലമുള്ള ഇവരുടെ വിധി. ഇന്നലെ അർദ്ധരാത്രി മുതൽ ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്കെങ്കിലും കേരളത്തിന് പുറത്ത് അത്തരത്തിലൊരു പണിമുടക്കിനെ കുറിച്ചുള്ള വാർത്തകൾ പോലും ചാനലുകൾ ബ്രേക്ക് ചെയ്തോ എന്ന് സംശയിക്കുന്ന തരത്തിലായിരുന്നു കാര്യങ്ങൾ. കേരളത്തിലെ ഹർത്താൽ തികച്ചും ഒറ്റപ്പെട്ട സംഭവമായി മാത്രമായിരുന്നു ഇതര സംസ്ഥാനക്കാർ കരുതിയിരുന്നത്. പണിമുടക്ക് സ്വമേധയാ നടത്തേണ്ടതും ആരുടെയും നിർബന്ധത്താൽ ചെയ്യേണ്ടതുമല്ലെന്ന് വ്യക്തമായിരിക്കെ തൊഴിൽ ചെയ്യുന്നതിനെ തടഞ്ഞുകൊണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി നടത്തുന്ന പണിമുടക്ക് അങ്ങേയറ്റം വിരോധാഭാസമായി മാറിയിരിക്കുകയാണ്. കേരളത്തെ മാത്രം സംഭവിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പരിപാടി ആർക്ക് വേണ്ടിയായിരുന്നുവെന്നും എന്തിനു വേണ്ടിയായിരുന്നുവെന്നും ചോദിച്ചാൽ തൊഴിലാളി നേതാക്കന്മാർ ആവേശത്തോടെ പറയുന്നത് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി തിരിച്ചു കൊണ്ടുവരുന്നതിനായി നാഷണൽ ലേബർ കോഡിനെതിരെയാണ് ഈ പണിമുടക്കെന്നായിരിക്കും. ലേബർ കോഡ് പ്രാബല്യത്തിൽ വന്നാൽ തൊഴിലാളിക്ക് സംഘടിക്കുവാനും സമരം ചെയ്യുവാനുള്ള അവകാശങ്ങൾ ഇല്ലാതെയാവുന്നു എന്നും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടുന്നുള്ള ഇവരുടെ വാദഗതികളെ ശരിവെച്ചാലും കേരളത്തിൽ മാത്രം ബസ് സർവീസ് മുടക്കിയതുകൊണ്ട് കേന്ദ്ര നയത്തിൽ തരിമ്പും മാറ്റം വരില്ലെന്നിരിക്കെ പൊതുജനങ്ങളെ ദ്രോഹിക്കുക എന്നതിൽ കവിഞ്ഞ് ഈ പ്രഹസനങ്ങൾ കൊണ്ട് ഒരു വിശേഷവും ഇല്ലാതാകുകയാണ്. എന്നാൽ തൊഴിലുറപ്പ് പദ്ധതി നിർത്തലാക്കുകയോ സംഘടിക്കുവാനുള്ള അവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുകയോ വൈദ്യുതി ഉപഭോക്താക്കളെ കൊള്ളയടിക്കുകയോ ചെയ്യുകയില്ലെന്നും അനാവശ്യമായ തെറ്റിദ്ധാരണകളും ഭീതിയും പരത്തിക്കൊണ്ട് മുതലെടുപ്പ് നടത്തുക മാത്രമാണ് ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. തൊഴിലാളിയുടെ പേര് പറഞ്ഞ് സമരം നടത്തുവാൻ കണ്ടുപിടിച്ച മാർഗമായ ഈ ജനദ്രോഹ പരിപാടി കേരളത്തിൽ പെരുന്നാള ഉത്സവമോ ഒക്കെ പോലെയുള്ള എല്ലാ വർഷവും നടത്തപ്പെടുന്നതിന്റെ പിന്നിൽ കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയതിനാൽ ഇപ്പോഴും തങ്ങൾ തൊഴിലാളികൾക്കൊപ്പമാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ മാത്രമാണ്. ദേശീയ പണിമുടക്ക് എന്ന് പ്രഖ്യാപിച്ചിട്ടും രാജ്യത്തിന്റെ പല സംസ്ഥാനങ്ങളിലും ജീവിതം സാധാരണ പോലെ മുന്നോട്ട് പോകുന്നു. എന്നാൽ കേരളത്തിൽ മാത്രം ജീവിതം നിശ്ചലമാകുന്ന അവസ്ഥ കേരളത്തെ കാലയിൽ വാരി പുറകോട്ടടിച്ചിരിക്കുകയാണ്. കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അക്കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ നേതാക്കന്മാർക്ക് മാത്രം മനസ്സിലായിട്ടില്ല എന്നതാണ് ഖേദകരം. വ്യവസ്ഥിതികളോട് കലഹിക്കുന്നതും വിയോജിക്കുന്നതും പ്രതിഷേധിക്കുന്നതുമെല്ലാം ജനാധിപത്യ അവകാശമാണ്. അത് സംരക്ഷിക്കപ്പെടുക തന്നെ വേണം. എന്നാൽ കടകൾ അടപ്പിച്ചും വാഹനങ്ങൾ തടഞ്ഞും ഭീതി ഉണ്ടാക്കിയും ചിലർ നിരത്ത് വാഴുന്നതിൽ എന്ത് ജനാധിപത്യ മര്യാദയാണ് ഉള്ളതെന്ന് നേതാക്കന്മാർ പറഞ്ഞേ തീരൂ. പാൽ, പത്രം, വിവാഹം, മരണം എന്നിങ്ങനെയുള്ള അത്യാവശ്യ സർവീസുകളെ മാത്രം പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കുന്ന ഔദാര്യം പോലെ വ്യവസായികളെയും ടൂറിസ്റ്റുകളെയും വൈദ്യുതി, ജലം എന്നിവയെയും കൂലിപ്പണിക്കാരനെയും ജോലിക്കാരനെയും അത്യാവശ്യ സർവീസിൽ തന്നെ പെടുത്തേണ്ടിയിരിക്കുന്നു. പണിമുടക്ക് ഒരു തരത്തിൽ ബാധിക്കാത്തത് അത് ആഹ്വാനം ചെയ്യുന്നവരെ മാത്രമാണ് എന്നതാണ് ഇതിലെ സത്യം. പണിമുടക്കിന്റെയും സമരത്തിന്റെയും രീതികളെ കാലോചിതമായും ബുദ്ധിപരമായും ജനോപദ്രവ പരിപാടി അല്ലാതാക്കിയും പരിഷ്കരിക്കണം. അല്ലെങ്കിൽ അത് പ്രഖ്യാപിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ വിനയായി മാറുമെന്ന് ഉറപ്പാണ്.